ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ അച്ചടി താൽക്കാലികമായി നിർത്തി. ഏജന്റുമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അച്ചടി നിർത്തിയത്. സമ്മാനഘടനയിൽ മാറ്റം വരുത്തിയതിലാണ് പ്രതിഷേധം. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഈ പ്രതിഷേധത്തിനിടയാക്കുന്നത് എന്താണ്? ഏത് തരത്തിലാണ് ഈ സമ്മാനഘടനയിലെ മാറ്റം? അതായത് ഈ പ്രധാനമായും ക്രിസ്മസ് ബമ്പറുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പം അതാണ് ഇപ്പോൾ ആ അച്ചടി താൽക്കാലികമായി നടത്താനുള്ള കാരണം. അത് സമ്മേളനഘടനയിൽ വരുന്ന മാറ്റത്തെ തുടർന്നാണ് അത്തരത്തിലൊരു പ്രതിഷേധം രൂപപ്പെട്ടത്. 5000, 2000, 1000 എന്നീ സമ്മാനങ്ങളുടെ എണ്ണം കഴിഞ്ഞ ക്രിസ്മസ് ബമ്പറുകളെ അപേക്ഷിച്ച് ഇത്തവണ കുറവാണ്. അത് സംബന്ധിച്ചാണ് ഏജന്റുമാർ പ്രതിഷേധം നടത്തിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സമ്മാനം, അതായത് 5000 രൂപയുടെയും 2000-ന്റെയും 1000-ന്റെയും സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചാണ് കൂടുതൽ ആളുകളും ലോട്ടറി എടുക്കുന്നത്. ഒന്നോ രണ്ടോ സമ്മാനം ലക്ഷ്യം വെച്ചല്ല. അപ്പോൾ അത്തരത്തിലുള്ള സമ്മാനം ഒഴിവാക്കിയാൽ അത് കച്ചവടത്തെ ആകെ ബാധിക്കും എന്നുള്ളതാണ് ഏജന്റുമാർ പറയുന്നത്. കച്ചവടത്തിൽ കാര്യമായ കുറവും ഇടിവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സമ്മാനങ്ങൾ പുനഃക്രമീകരിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഏജന്റുമാരുടെ ഈ പ്രതിഷേധം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായി അച്ചടി നിർത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ക്രിസ്മസ് ബമ്പർ ലോട്ടറിയുടെ അച്ചടി താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഏജന്റുമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി.